ഹലോ ഗൈസ്, ജാനകിയുടെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അനാമിക മറ്റൊരു പുരുഷനുമായിട്ട് കൊഞ്ചി കൊഴിയുന്നത് ജാനകിയും ജലജയും കാണുകയാണ്. ആദ്യം കണ്ടത് ജലജയാണ് കേട്ടോ. ജലജയ്ക്ക് കണ്ട പാടത്തിന് ഒരുപാട് അങ്ങ് സന്തോഷാവാണ്. ജലജ ആദ്യം കരുതിയത് അനിയായിരിക്കും എന്നാണ്. എല്ലാവരുടെ കണ്ണും മൂടി കെട്ടിച്ച് അനാമികയുടെ ഉള്ളിൽ സ്നേഹമുണ്ട് അനിക്കെന്നാണ് ജലജ കരുതിയത്. എന്നാൽ ജലജ അടുത്തോട്ട് ചെന്ന് നോക്കുമ്പോഴാണ് അത് അനിയല്ലെന്ന് മനസ്സിലാവുന്നത്. കണ്ട പാടത്തന്നെ ജലജയ്ക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടതും കാണാതെ പതി നേരെ ജാനകിയോട് കാര്യങ്ങളൊക്കെ ജലജ പറയുന്നുണ്ട്. കണ്ടതിൽ നിന്നും വ്യത്യാസപ്പെടുത്തി കുറച്ച് കൂട്ടിയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജലജ. എന്നാൽ അനാമിക മറ്റൊരു പുരുഷനോടൊപ്പം കൊഞ്ചി കഴിയുന്നത് കണ്ടിട്ട് ജാനകി ഞെട്ടിപ്പോവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയാണ്. മുത്തശ്ശനാണെങ്കിൽ അനിയെ സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. അനിയാണെങ്കിൽ ചന്തമോളയെ കൂട്ടിയിട്ട് മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. അത് കണ്ടപാടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ, ചന്തമോൾ ഇപ്പൊ ഏത് നേരവും നിന്റെ കൂടെയാണല്ലോ. മുത്തശ്ശി, ചന്തമോൾക്ക് എന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടായി. മുത്തശ്ശ, ഏട്ടത്തി പോയി കഴിഞ്ഞാ പിന്നെ കുഞ്ഞെപ്പോഴും തനിച്ചാ. അങ്ങനെ തനിച്ചാവേണ്ട ആവശ്യമില്ലല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കും കുഞ്ഞിന് ഒരുപാട് ഇഷ്ടാ. ദേ, മുത്തശ്ശനും മുത്തശ്ശിയെ മോളുടെ കൂടെ കളിക്കാൻ കൂടും കേട്ടോ. എന്നാ മോൾ ഇപ്പൊ പോയി കളിക്ക്. ചെറിയച്ഛനോടെ മുത്തശ്ശിക്കും മുത്തശ്ശനും കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി മുത്തശ്ശ. ഇതും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തശ്ശൻ എന്നെ വിളിപ്പിച്ചത്? അല്ല, ഇനി അങ്ങോട്ട് എന്താ നിന്റെ ഭാവം? അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ, നീ എന്താ അനാമിക മോളെ ഇത്രയേറെ വെറുക്കുന്നത്? ആ കുട്ടി നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുക. മുത്തശ്ശിക്ക് അതൊക്കെ തോന്നുവോ മുത്തശ്ശി? അപ്പോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറയുന്നത്? അനാമിക എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അങ്ങനെ എന്തുണ്ടെങ്കിൽ നീ പറയുന്നതിൽ കാര്യമുണ്ട്. അല്ലാത്ത പക്ഷം നിന്നോട് യോജിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അനി, ഞങ്ങൾക്ക് ഏക ആശ്വാസം ആദർശും നയനമോളും ആദ്യമൊക്കെ കീരിയും പാമ്പും പോലെ ആയിരുന്നു. എന്നാ അവരിപ്പൊ സ്നേഹിക്കുന്നത് കണ്ടില്ലേ? അതൊക്കെ ആലോചിക്കുമ്പോ നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ആകുമെന്ന് ഞങ്ങളുടെ മനസ്സ് പറയുക. മുത്തശ്ശ, അങ്ങനെ ആവാൻ ഒരിക്കലും പോകുന്നില്ല. നയനേട്ടെത്തി ഒരു നല്ല മനസ്സിനുടമയാ. പക്ഷെ ഈ അനാമിക എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളൊരു വിശപ്പാമ്പാ. മുത്തശ്ശ, എനിക്കുറപ്പാ അവളെ അനന്തപുരിയിലെ സ്വത്തിലെ നോട്ട് വിട്ടിട്ടാ എന്നെ വിവാഹം കഴിച്ചത്. 1000 തവണ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നതല്ലേ എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന്. അപ്പോ എല്ലാവരും നിർബന്ധിച്ചല്ലേ എന്നെക്കൊണ്ട് ഈ വിവാഹം കഴിപ്പിച്ചത്. അതൊക്കെ കഴിഞ്ഞില്ല അനി. ഇനിയിപ്പൊ അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അനാമിക ഇപ്പൊ നിന്റെ ഭാര്യയാ. ആ സ്ഥാനത്ത് നീ ഒരു ഭർത്താവിന്റെ കടമ കഴിക്കണം. ഇല്ലാത്ത പക്ഷം ഒരു ഭർത്താവെന്ന നിലയില് അനി നീ പരാജയപ്പെടും. മുത്തശ്ശ, അവളുമായി സഹകരിച്ച് മുന്നോട്ട് പോവാൻ എനിക്കാവില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല അനി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ അനി, ഒരു കുഞ്ഞൊക്കെ പിറന്നു കഴിഞ്ഞാൽ ചിലപ്പോ അനാമികമളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. മോൾക്ക് പക്വത വരും. അതുകൊണ്ട് ഇപ്പൊ മോൾക്ക് പക്വതക്കുറവാണെന്ന് കരുതിയാൽ മതി. മുത്തശ്ശി, 10-25 വയസ്സായ അവൾക്ക് പക്വതക്കുറവോ? അങ്ങനെ പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ കാണൂ. മോനെ, അത് വേറൊന്നും കൊണ്ടല്ല. വേണുവിനും രേവതിക്കും ഒറ്റ മകളാ. അതുകൊണ്ട് അവള് ചോദിക്കുന്നതെല്ലാം സാധിച്ചു കൊടുത്ത് അവളെ വളർത്തി വഷളാക്കി വെച്ചേക്കുക. എന്നാ നമ്മൾ വേണം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ. മുത്തശ്ശി, എനിക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. അവളുടെ സ്വഭാവം ആദ്യം നന്നാവണം. അത് ഈ ജന്മത്തൊന്നും നന്നാവെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ഇതും പറഞ്ഞുകൊണ്ട് അനി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ, അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് എന്ത് തോന്നാനാ? അവൻ അനാമിക മോളെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല. ആ നന്ദമോളെ മനസ്സിലിട്ട് നടക്കൂ അവനിപ്പോഴും. അവളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതുകൊണ്ടാ അനി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന ഒരാളല്ല അനി. അവൻ ആദർശിന്റെ പകർപ്പാ. അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ജാനകിയും ജലജയും പുറത്ത് കറങ്ങാൻ വന്നതാണ്. ജാനകി കുറെ നാള് കൂടിയിട്ടാ ഇങ്ങനെയൊന്ന് കറങ്ങാൻ വരുന്നത്. അതെ, ഇടയ്ക്കൊക്കെ നമ്മുടെ ഫാമിലി മുഴുവനും ഇതുപോലെ കറങ്ങാൻ ഇറങ്ങുമായിരുന്നു. ഒരു സിനിമയൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചാ നമ്മൾ വീട്ടിലെത്താറ്. എന്നാ അതിന്റെ ഇടയ്ക്കല്ലേ ചില നശൂലങ്ങളൊക്കെ ആ വീട്ടിലോട്ട് കയറി വന്നത്. അതിനുശേഷം എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റിയിട്ടുണ്ടോ? അതെ ജാനകി, അവൾമാര് രണ്ടും എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് മുതലാണ് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. എന്തൊരു നല്ല വീടായിരുന്നെന്നറിയോ? എല്ലാം കുളം തോണ്ടിയില്ല അവൾമാര്. ഇപ്പൊ ആ വീടിനകത്ത് എന്തെങ്കിലും സ്വസ്ഥതയുണ്ടോ ജലജെ? അതെ, നിന്റെ മരുമകൾ ഒഴികെ ബാക്കി രണ്ടും പാഴാ. കാശിന് ഗതിയില്ലാത്ത 2 എണ്ണം. എന്ത് ചെയ്യാനാ? എന്റെ അബിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാനേ പിന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ നയനെയായിരുന്നു എന്റെ അബി കെട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിലേ അവളെ ജ്വല്ലറിക്ക് ഉണ്ടാക്കിയ ലാഭമെങ്കിലും എന്റെ അബിക്ക് കിട്ടിയേനെ. മറ്റവളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. എന്ത് ചെയ്യാനാ ജലജെ? ഇനി നീ ഇപ്പൊ അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മകന്റെ കുഞ്ഞാ അവൾ ഇപ്പം വയറ്റിൽ 10 മാസം ചുമഴ്ന്ന് പ്രസവിച്ചത്. അതുകൊണ്ട് അത് നിന്റെ കൊച്ചുമകനാ. അതുകൊണ്ടൊക്കെ തന്നെ നിന്റെ മകൻ ഇനി ഒരു വിവാഹം കഴിക്കാൻ പറ്റില്ല. അതെ, ഇതൊക്കെ എന്റെ തലയിലെഴുത്താണെന്ന് വേണമെങ്കിൽ പറയാം. ഒരേക അബിയെ കുറ്റം പറഞ്ഞാൽ മതി. അബിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഒരുത്തിയെ സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ 2 എണ്ണത്തിനെയും കൂടി സഹിക്കേണ്ട മട്ടാ.
ആ രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ മരുമകളെ എങ്ങനെ പുറത്താക്കാന്നുള്ള ഗൂഢാലോചനയില്ല. രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ കണക്കിനും നോക്കിയാലും നീ ഭാഗ്യവതിയാ ജാനകി. പണക്കാരിയായ ഒരു മരുമകളെ നിനക്ക് കിട്ടിയില്ലേ, അതും നല്ല സ്വഭാവമുള്ള തങ്കപ്പെട്ട ഒരു മരുമകളെ. ഇതൊക്കെ ആക്കിയാണ് കേട്ടോ ജലജ പറയുന്നത്. എന്നാൽ ജാനകിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതെ, എനിക്ക് അങ്ങനെ ഒരു മരുമകളെ കിട്ടിയതില്ലേ ആ രണ്ടെണ്ണത്തിന് അസൂയ കാണും. കാരണം ആ രണ്ടെണ്ണത്തിന്റെ അനിയത്തിയും അങ്ങോട്ട് കയറ്റിവിടാൻ അവര് ശ്രമിച്ചതല്ലേ. അതെ, പേരും കളികളാ. മൂന്നാമത്തതിനെയും ആ അനന്തപുരിയിലോട്ട് എന്നെ കയറ്റിവിടണം. അതിനവര് ശ്രമം നിർത്തിയിട്ടൊന്നുമില്ല. അനി എന്താ പറഞ്ഞത്? മുറിക്കുള്ളിൽ അനിയും അനാമികയും രണ്ടായി കഴിയുന്നോന്നല്ലേ? അത് മാത്രം പോരെ അവർക്ക്. അവരുടെ അനിയത്തെ വീണ്ടും അനന്തപുരിയിൽ കയറ്റാനുള്ള സാധ്യത കൂടി കൂടി വരിക. മാത്രമല്ല അനാമിക മോള് ഏത് നിമിഷവും അനിയെ വിട്ടു പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. എന്റെ ജലജി, നീ അങ്ങനെയൊന്നും പറയാതെ. ഞാൻ എങ്ങനെയെങ്കിലും മോളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. ആ, നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം. അങ്ങനെ ഒരു പാർക്കില് ഒരു ഹോട്ടലിന്റെ മുൻപിൽ തന്നെ അവർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. മേഡം, എന്താ വേണ്ടത്? ആ ജാനകി, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോ. ആ, എങ്കിൽ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ആക്കാം. 2 പൈനാപ്പിൾ ജ്യൂസ്. ഓക്കെ. കഴിക്കാൻ എന്തെങ്കിലും വേണോ മേഡം? ഏയ്, എനിക്ക് കഴിക്കാനൊന്നും തോന്നില്ല. ജാനകി, നിനക്ക് എന്തെങ്കിലും വേണോ? ആ, എനിക്കും വേണ്ട. ഓക്കെ മേഡം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, എന്തൊരു മഴയാണല്ലേ ജാനകി, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ഇതും പറഞ്ഞ് അവര് രണ്ടുപേരും ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. ആ സമയത്ത് ജലജ വെറുതെ പുറത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അനാമികയും കാമുകനെയും അവിടെ വെച്ച് കാണുന്നത്. ഇത് അനാമികയല്ലേ? അവളെന്താ ഇവിടെ? കൂടെ ഇതൊരു പയ്യൻ. അനിയാണോ? ഇനി അനിയെപ്പോലെ തന്നെ ഉണ്ടല്ലോ. ഓഹോ, അപ്പൊ അവന് വീട്ടിൽ നിന്ന് കീരിയും പാമ്പും പുറത്തിറങ്ങിയല്ലേ സ്നേഹപ്രകടനോ? ഇത് കേട്ടപ്പോ ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്താ ജലജ പറയുന്നത്? ഏയ്, ഒന്നുമില്ല. നല്ല മഴയല്ലേ? ഈ നശൂലം പിടിച്ച മഴ എപ്പോഴാണാവോ മാറുക? അങ്ങനെയൊന്നും പറയാതെ ജലജെ. ഈ മഴയൊക്കെ കിട്ടാൻ എത്ര പേര് പ്രാർത്ഥിച്ചിരിക്കുവാണെന്നറിയോ? എന്നാലും ജാനകി, ഇങ്ങനെ ഒരുപാട് പെയ്തു കഴിഞ്ഞാലേ അതും എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ? ആ, ഒരു കണക്കിന് നോക്കിയാ അതും അങ്ങനെ തന്നെയാ. അപ്പോഴാണ് ജ്യൂസ് കൊണ്ടുതന്ന്. കുടിക്ക് ജാനകി. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ജ്യൂസ് കുടിക്കാൻട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അനാമികയെ ശ്രദ്ധിക്കുന്നുണ്ട് ജലജ. അവരാണെങ്കിൽ നല്ല ക്ലോസ് ആയിട്ട് കൊഞ്ചി കൊഴിയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അത് അനി തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ജലജ പറയുന്നുണ്ട്, ജാനകി, അനാമിക നമ്മൾ വരുമ്പോ വീട്ടിലില്ലായിരുന്നോ? ഇല്ല, മോളുമോളുടെ അച്ഛനും അമ്മയും കാണാൻ വേണ്ടി പോയതാ. കുറച്ചു ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പൊ ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു. ഓ, അപ്പോ അനി വീട്ടിലുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അപ്പോ ഇവളുടെ കൂടെ വേറെ ആരാ? അല്ല ജാനകി, അവൻ ഇന്ന് എന്ത് ഡ്രസ്സാ ഇട്ടത്? അവൻ എന്തൊക്കെ ഡ്രസ്സ് ഇടും? നീ എന്താ ഒന്നും അറിയാത്ത പോലെ? അല്ല, ഈ ഷർട്ടിന്റെ കളർ എന്താന്നാ ചോദിച്ചത്. അവൻ ഇന്നൊരു യെല്ലോ ഷർട്ടാ ഇട്ടത്. അപ്പോ ഇത് അനിയല്ലേ? എന്താ ജലജ നിനക്ക് പറ്റിയത്? ഏയ്, ഒന്നുമില്ല ജാനകി, നീ ജ്യൂസ് കുടിക്ക്. ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ വരാം. ഇതും പറഞ്ഞ് ജലജ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ജാനകി ജ്യൂസും കുടിച്ച് ഫോൺ നോക്കി നിൽക്കാനിട്ടോ. ആ സമയത്ത് ജലജ പോകുന്നത് പുറത്തോട്ടാണ്. അങ്ങനെ ജലജ അനാമികയെ വാച്ച് ചെയ്യാൻ വേണ്ടി പിന്നിൽ തന്നെ പോകുന്നുണ്ടോ. ആ സമയത്ത് അടുത്തോട്ട് എത്തുമ്പോഴാണ് ജലജയ്ക്ക് മനസ്സിലാവുന്നത് അവളുടെ കൂടെയുള്ളത് അനിയല്ലെന്നുള്ളത്. വളരെ ക്ലോസ് ആയിട്ട് ഇവര് പെരുമാറുന്ന കണ്ടിട്ട് ജലജ ആകെ അങ്ങ് ഷോക്കായി പോവട്ടോ. ഓഹോ, അപ്പൊ അവളുടെ അച്ഛന്റെ അമ്മന്റെ അടുത്തേക്ക് പറഞ്ഞു വരുന്നത് ഇവന്റെ കൂടെ കൊഞ്ചി കൊഴിയാനാണല്ലേ? ഏതോ ഒരു അന്യ പുരുഷന്റെ കൂടെ. ഇതെന്തായാലും ജാനകിയെ അറിയിക്കണം. അവളുടെ മരുമകളെ അവള് തലയിൽ കയറ്റി നടക്കുവല്ലേ. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പാതാളത്തിലേക്ക് താഴ്ന്നല്ലോ. ഇതിനൊന്നും ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ? ഈ മുടിഞ്ഞ മഴ കൊണ്ട് ഒന്നും ശരിക്കും കാണാനും പറ്റുന്നില്ല. എന്തായാലും ഇത് വീഡിയോ എടുത്തു വെക്കാം. ജാനകിയെ കൂട്ടി വരുമ്പോഴേക്കും ഇവരിവിടുന്ന് പോയാലോ? ഇതും പറഞ്ഞോണ്ട് ജലജ കുറച്ചു നേരം അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പകർത്തേണ്ടത് പകർത്തി. ഇനി എന്തായാലും ഹിവളുടെ കാര്യം, ഹിവള അച്ഛൻ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി. അല്ല, എന്നെ ജാനകി അന്വേഷിക്കുന്നുണ്ടാവും. ഇതും പറഞ്ഞ് ജലജ ആ ഒരു ഷോപ്പിലോട്ട് തന്നെ പോവാണ് കേട്ടോ. ആ സമയത്ത് ജാനകി ജലജയെ നോക്കി നിൽക്കുന്നുണ്ട്. ജലജെ, നീ ജ്യൂസ് കുടിക്കാതെ എങ്ങോട്ടാ പോയത്? അതെ, എനിക്ക് ജ്യൂസും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. നീ അവിടുന്ന് എഴുന്നേറ്റ്, നിനക്കൊരു കാഴ്ച കാണിച്ചു തരാം. അല്ല, ഞാൻ ജ്യൂസ് കുടിച്ചില്ല. അതൊക്കെ അവിടെ വെക്ക്. ഇത് കണ്ടാലേ ഈ ഓർഡർ ചെയ്ത ജ്യൂസ് അവളുടെ മുഖത്ത് വലിച്ചെറിയാൻ തോന്നും. എന്താ? ആരുടെ കാര്യം നീ പറയുന്നത്? അതൊക്കെ നിനക്ക് നേരിട്ട് കാണിച്ചരാം. നീ വാ. പെട്ടെന്ന് വന്നില്ലേ നിനക്ക് കാണാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ജാനകിയും കൂട്ടിപ്പിടിച്ച് അനാമികയുള്ള സ്ഥലത്തേക്ക് ജലജ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ അനാമികയാണെങ്കിൽ മറ്റൊരു പുരുഷനോട് കൊഞ്ചു കുഴിഞ്ഞ് സംസാരിക്കുന്നതാണ് കാണുന്നത്. നേരെ അങ്ങ് നോക്ക്, ആരാണ് അവിടെ ഉള്ളതെന്ന്. അപ്പോഴാണ് ജാനകി കാണുന്നത് ഏതോ ഒരു പുരുഷനോടൊപ്പം തന്നെ അനാമിക കൊഞ്ചു കൊഴിഞ്ഞ് സംസാരിക്കുന്നത്. അത് അനാമികയല്ലേ? അതെ, അനാമിക എവിടെ പോവാണെന്നാ നിന്നോട് പറഞ്ഞത്? അവളുടെ വീട്ടിൽ പോവാണെന്ന്. എന്നിട്ടിപ്പോ അവൾ എവിടെയാ? ആരുടെ കൂടെ അവള്? അത് അനിയല്ലല്ലോ. അല്ല,
അനിയാണെന്ന് ഉറപ്പ് വരുത്താനാ ഞാൻ നിന്നോട് നേരത്തെ അനിയെ കുറിച്ച് ചോദിച്ചത്. ഇവിടെ വന്ന് ഞാൻ നന്നായിട്ട് നോക്കി. ആ സമയത്ത് അത് അനിയൊന്നും അല്ല. ശരിക്കും ഇപ്പൊ ഇത് കണ്ടപ്പോ എന്റെ തോലൊരിഞ്ഞു പോയി. നിന്റെ മകനെ ഇപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. അയ്യോ, എന്റെ അനാമിക മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പോഴും നീ എന്റെ അനാമിക മോളെന്ന് പറഞ്ഞോ? എന്തായാലും ഇത്ര മോശം സ്വഭാവമൊന്നും മറ്റവൾക്ക് രണ്ടുപേർക്കും ഇല്ല. അങ്ങനെ നോക്കിയാ നിന്റെ മരുമകളെക്കാളും എത്രയോ ബെറ്ററാണ് അവൾമാര്. അയ്യോ, ഞാൻ എന്തൊക്കെയായി കാണുന്നത്. ജലജെ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. എന്താ അതെന്ന് അറിയണം. ദേ ജാനകി, ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ടാ ചോദിക്കേണ്ടത്. നീ നാണം കെട്ട് അങ്ങോട്ട് ചെല്ലണ്ട. അതൊക്കെ ഞാൻ ഫോണിൽ പകർത്തിയിട്ടുണ്ട്, തെളിവിന് കയ്യിലുണ്ട്. എന്നെ ബാക്കിയൊക്കെ അവക്ക് അവിടെ എത്തിയിട്ട് കൊടുക്കാം. നിന്റെ മകന്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് അവള് മറ്റൊരു പുരുഷന്റെ പുറകെ പോയി, അത്രയേ ഉള്ളൂ. ഛേ, എന്നാലും ഇവിളെ ആയിരുന്നല്ലോ ഇത്രയും കാലം ഞാൻ സ്നേഹിച്ചത്. എന്ത് ചെയ്യാനാ, ഇനിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം. ഇത് നേരെ കൊണ്ടുപോയിട്ട് അച്ഛനെ കാണിക്കാൻ ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് തീരുമാനിക്കാം. ജലജെ, ഇതിനു മുമ്പ് എന്നോട് അനി പറഞ്ഞിരുന്നു ഇവള് ഏതൊക്കെയോ ആളുകളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുന്ന്. എന്നാ അന്നൊന്നും ഞാൻ ഇവളെ കുറിച്ച് ഇങ്ങനെ കരുതിയിരുന്നില്ല. ഇവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ. എന്നിട്ടും എനിക്ക് ഇവൾ ഇതാണല്ലോ തന്നത്. എന്തായാലും ഒക്കെ വീട്ടിലെത്തി തീരുമാനിക്കാം. നീ വന്നേ. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അനാമികയെ നിർത്തി പൊരിക്കുന്നുണ്ട് ജലജ. ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെടിക്കുന്ന ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.